ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്ഥലം വരെ പോവാണ്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തിനാണ് പോണതെന്ന് പറയാം. നമ്മളെ ബ്രോയുടെ പെണ്ണ് കാണലാണ്. ഒരു പെണ്ണ് കാണൽ അപാരതയാണ് ഗെയ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുക്കി കുട്ടപ്പനാക്കി ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, മച്ചുണ്ട്, താത്തോണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോമഡിയും ഇതൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനെ കളിയാക്കിക്കൊണ്ടൊക്കെ നമ്മൾ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നല്ല ഇറിവി ഇരിക്കണോണ്ട് വാപ്പാക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് വാപ്പായും പിള്ളേരും കൂടെ പിറകോട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു ബൊക്ക വാങ്ങാനുള്ള ചർച്ചയിലാണ് ഗെയ്സ്. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ ഓർഡർ ചെയ്താലല്ലേ ബൊക്കയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ചില കടകളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കിട്ടുമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ തിരക്കി പോവാണ്. ഏതെങ്കിലും പൂക്കടയിൽ ഉണ്ടോ എന്ന് നമ്മൾ തിരക്കി പോവാണ്. അപ്പോഴാണ് നമ്മളെ കണ്ണിൽ ഒരു പൂക്കട വന്ന് പെട്ടു. അങ്ങനെ നമ്മൾ ആ കടയിൽ കയറി. പക്ഷേ ആ കടയിൽ കയറിയപ്പോൾ നിർഭാഗ്യവശാൽ നമുക്ക് ബൊക്ക കിട്ടിയില്ല. അങ്ങനെ നമ്മൾ 2-3 കടയിലും കൂടെ കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഈ കടയിലെന്ന് വെച്ചാൽ ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ പൂവുള്ളതാണ്. നമുക്ക് ഒറിജിനലാണ് വേണ്ടത്. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു കടയിൽ കയറിയപ്പോൾ നമുക്ക് അവസാനം കിട്ടിയിരിക്കുന്നു. നല്ല റെഡ് റോസിൻ്റെ ഒരു അടിപൊളി ബൊക്ക കിട്ടിയിരിക്കുന്നു. തെറ്റിപ്പോകുന്നു ഗെയ്സ്, തെറ്റിപ്പോകുന്നു, സോറി. അപ്പോൾ ഇതാണ് ബൊക്ക കേട്ടോ. അതൊക്കെ കൊണ്ട് നമ്മളിതാ പിന്നും യാത്ര തുടരുകയാണ്. നമ്മളിതാ സ്ഥലത്തെത്തി, എല്ലാവരും ഇറങ്ങി റോഡിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനാണ് വീഡിയോഗ്രാഫർ, അതുകൊണ്ട് തന്നെ എന്നെ കാണില്ല ഒന്നിലും. അപ്പോൾ ഞാൻ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ സോലുക്കുട്ടി ആ ബൊക്ക കൈയേറിയത്. പിന്നെ അതിനായി 2-3 പേരും കൂടെ അടിയായി. 3 മക്കൾക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അതൊക്കെ പിടിച്ച് മാറ്റി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ റോഡിൽ നിന്നും നമ്മൾ അന്തുക്കുട്ട ഇങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊന്നും അവന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ റോഡ് ക്രോസ് ചെയ്ത് അവരെ വീട്ടിലോട്ട് മന്ദം നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. സഹോദരൻ്റെ നെഞ്ചിൽ ഇങ്ങനെ തീയാണ്. തീ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടി ടപ്പ് ഇടി നമുക്ക് കേൾക്കാം. അടുത്ത് നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ ടെൻഷൻ കാണും. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി അവരുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞുമ്മ, അമ്മച്ചിമ്മ, അമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ പോയപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരെയും പരിചയപ്പെടുകയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് ഇങ്ങനെ പോവാണ്. ലാസ്റ്റ് നമ്മുടെ പെണ്ണിനെ കാണാനായിട്ട് ഇങ്ങനെ മന്ദം നീങ്ങുകയാണ്. പെൺകുട്ടി ഇങ്ങനെ വരുന്നു. റൂമിനകത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. ബുക്ക് കൊടുക്കുന്നു. അവിടെ ഒരു ഇരുട്ട് മയമാണ് ഗേസ്. അവരെ ലൈറ്റ് ഇടാൻ മറന്നു പോയെന്നാണ് തോന്നുന്നത്, അറിയാൻ വയ്യ. അപ്പോൾ നല്ല ഇരുട്ടുണ്ട്. പിന്നെ ക്യാമറയും കൂടെ അകത്തും കൂടെ ആയതുകൊണ്ട് കറക്റ്റ് ക്ലാരിറ്റി കിട്ടിയില്ല, അതാണ് കാര്യം. അപ്പോൾ നമ്മൾ ബൊക്കെ കൊടുത്ത് അങ്ങനെ പോയി അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഭയങ്കര വീഡിയോ ഒന്നും ഇടരുതെന്നൊക്കെ പറഞ്ഞ് വഴക്കുറയണം കേട്ടോ എന്നെ. പക്ഷേ നമ്മളത് ഇടാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ, മോശമല്ലേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുകയാണിത്. നിങ്ങൾ കൊടുത്തത് നമുക്ക് ക്ലാരിറ്റി കിട്ടിയില്ല, അതുകൊണ്ട് ഒന്നും കൂടെ വീഡിയോ എടുക്കാനായിട്ട് ഒന്നും കൂടെ നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് ഇത്. പക്ഷേ കണ്ടാൽ ആരും പറയില്ലല്ലോ അല്ലേ ചെയ്യിപ്പിച്ചതാണെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുന്നതെങ്കിൽ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാണ് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഭയങ്കര എന്താണോ എന്തോ വാക്കുകൾ കിട്ടുന്നില്ല ഗെയ്സ്. അപ്പോഴാണ് നമ്മളിങ്ങനെ കാര്യമൊക്കെ പുളുവൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് വരുന്നത്, കട്ടൻ ചായ വരുന്നുണ്ട്. കട്ടൻ ചായയും കൊണ്ട് ഒരു പയ്യൻ ഇങ്ങനെ നടന്ന് വരുന്നു മന്ദം. അപ്പോഴ് നമ്മളിവിടെ ഓൺ വോയിസ് കൊടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ കോമഡിയൊക്കെ പറയുന്നുണ്ട്, ഓൺ വോയിസ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ പിള്ളേർ ആ ബൊക്കയ്ക്ക് വേണ്ടിയാണ് അടി കൂടുന്നത്. ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കട്ടൻ ചായ എത്തിയില്ലല്ലോ ഇതുവരെ. മോശമായിപ്പോയി. അതാ വന്ന് കട്ടൻ ചായ വന്നു.
കട്ടൻ ചായയും കൊണ്ട് ഇതാ ഒരു ചെറുക്കൻ ഇവിടെ മന്ദം നിൽക്കുകയാണ്. ആ പയ്യൻ്റെ പേരാണ് അൻസിൽ. ഞാൻ പ്രത്യേകം പറയുന്നതാണ് കേസ്, എനിക്ക് പറയണം, അവനായിട്ട് അത്രയും അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. മുഖം മറച്ച് വെച്ചുകൊണ്ട് മാത്രമാണ് ഈ പേര് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ്. അപ്പോൾ ഇനി നമ്മൾ നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.